നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഏറ്റവും പുതിയ വിവരങ്ങൾ പുറത്തുവരുമ്പോൾ ആദ്യ പോസ്റ്റൽ വോട്ടുകൾ എണ്ണി തുടങ്ങുമ്പോൾ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം UDF അതായത് ശശി തരൂർ കയറി വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. പോസ്റ്റൽ വോട്ടുകളാണ് തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ കേരളത്തിലെമ്പാടും ഇപ്പോൾ എണ്ണി തുടങ്ങിയിരിക്കുന്നത്. കൃത്യം 8 മണിയോടുകൂടി തന്നെ വോട്ട് എണ്ണൽ ആരംഭിക്കുകയാണ്. അപ്പോഴാണ് ആദ്യ ഫലസൂചന പുറത്തുവരുമ്പോൾ UDF മുന്നിൽ നിൽക്കുന്നു തിരുവനന്തപുരത്ത്. അതുപോലെ തന്നെ കൊല്ലത്ത് നോക്കുകയാണെങ്കിൽ LDF മുന്നിൽ നിൽക്കുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൊല്ലത്ത് മുകേഷ് ഏകദേശം 15 വോട്ടുകൾക്ക് മുന്നിലേക്ക് കുതിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നാൽ അതൊരു വലിയൊരു കുതിപ്പല്ല. കാരണം അതിനേക്കാൾ ഉയരത്തിലേക്ക് വരാനുള്ള സാധ്യത മറ്റ് മുന്നണികൾക്കുള്ളൂ എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം BJPക്ക് മുൻതൂക്കം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നും കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കുന്നെങ്കിൽ അത് തൃശൂരോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തോ ആയിരിക്കുമെന്ന വിലയിരുത്തലുകൾ എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ തന്നെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇവിടെ ആദ്യ ഫലസൂചന പുറത്തു വരുമ്പോൾ അല്ലെങ്കിൽ യഥാർത്ഥ എക്സിറ്റ് പോൾ ജനവിധി പുറത്തു വരുമ്പോൾ ശശി തരൂരിനാണ് ഏറ്റവും കൂടുതൽ വോട്ടുകൾ വരുന്നത്. മണിക്കൂറുകൾ പിന്നിടുമ്പോൾ മറ്റ് മണ്ഡലങ്ങളുടെ വോട്ട് കൂടി വരുന്നു. ആറ്റിങ്ങലിൽ UDF തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. അതുപോലെ തന്നെ പത്തനംതിട്ടയിലും UDF സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ UDF തന്നെയാണ് മുന്നിൽ. എറണാകുളത്തും UDF മുന്നിൽ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അതായത് വയനാടും രാഹുൽ ഗാന്ധിക്കാണ് ലീഡ് നില ഉയർന്നു വരുന്നത്. വയനാട് അതുപോലെ തന്നെ തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പത്തനംതിട്ട, എറണാകുളം ഇവിടങ്ങളിലൊക്കെ തന്നെ ഒരു UDF തരംഗത്തിന്റെ സാധ്യത തന്നെയാണ് ആദ്യ നിമിഷത്തിലൊക്കെ തന്നെ പുറത്തു വരുന്നത്. അതായത് പോസ്റ്റൽ വോട്ടുകൾ എണ്ണുമ്പോൾ ആദ്യ നിമിഷത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ കൃത്യമായി തന്നെ ഉണ്ടായിരുന്നു അടിച്ചു കയറി വരുന്നത് അല്ലെങ്കിൽ ഈ 20 സീറ്റിൽ ഏറ്റവും അധികം UDF തരംഗം തന്നെയായിരിക്കും. UDFന്റെ ഒരു കാറ്റ് അതിശക്തമായി തന്നെ കേരളത്തിൽ വീശാനുള്ള സാധ്യത ഉണ്ടെന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ ഉണ്ടായിരുന്നു. അതേ രീതിയിലേക്ക് കാര്യങ്ങൾ ഉയരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. ഏകദേശം 50 വോട്ടുകൾക്ക് മുകളിലാണ് ഇപ്പോൾ വയനാടിൽ രാഹുൽ ഗാന്ധിക്ക് ഒരു സാധ്യത അല്ലെങ്കിൽ വയനാട് രാഹുൽ ഗാന്ധി ഉണ്ടത്. ഇനി ദേശീയ തലത്തിലേക്ക് പോയി കഴിഞ്ഞാൽ NDA വലിയ രീതിയിലേക്ക് കാര്യങ്ങൾ നീക്കുന്നു. അതായത് 45ഓളം സീറ്റുകളിൽ NDAക്ക് മുൻതൂക്കം. അതുപോലെ തന്നെ ഇന്ത്യ സഖ്യത്തിലേക്ക് വരുമ്പോൾ അത് 15 സീറ്റുകൾ ഇന്ത്യ സഖ്യം ഉയർന്നു. മറ്റുള്ളവ 5 സീറ്റിലേക്കായി മാറുന്ന സാഹചര്യം ഒക്കെ തന്നെ ഉണ്ടാകുന്നു. എന്തായാലും മാറി മറിയുന്ന ഒരു സാഹചര്യമായിരിക്കും ഇനി വരാൻ പോകുന്ന നിമിഷങ്ങൾ ഉണ്ടാകുന്നത്. ഏറ്റവും ഒടുവിൽ വരുന്ന ഫലസൂചനയാണ് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മുടെ തിരുവനന്തപുരത്തടക്കം 6ഓളം മണ്ഡലങ്ങളിൽ കേരളത്തിലെ 6ഓളം മണ്ഡലങ്ങളിൽ UDFന്റെ സാധ്യത ഇതുവരെയും BJP അല്ലെങ്കിൽ NDAക്ക് ഒരു മുൻതൂക്കമോ അല്ലെങ്കിൽ മുന്നിൽ എന്ന ഒരു നമുക്കൊരു നിറം നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. പക്ഷെ മണിക്കൂറുകൾ ഇനിയുമുണ്ട്. മാറി മറിയാനുള്ള സാധ്യത വിദൂരമല്ല. എന്തായാലും നമുക്ക് ആ മാറ്റങ്ങൾക്കായി കാത്തിരിക്കാം.